സുൽത്താനുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെട്ട ആത്മജ്ഞാനിയാണ് ഷെയ്ഖ് മുഈനുദ്ദീൻ ഹസൻ ഇബ്നു ഹസൻ സഞ്ചരി റളിയല്ലാഹു അൻഹു. ഇറാനിലെ രാജസ്ഥാൻ എന്ന പ്രദേശത്ത് ഹിജ്റ 537 റജബ് 14-നാണ് മഹാൻ ജനിച്ചത്. പണ്ഡിതനും ഭക്തനും സഞ്ചർ പ്രവിശ്യയിലെ മതകാര്യ ഉപദേഷ്ടാവുമായിരുന്നു പിതാവ്. മതനിയമങ്ങളിൽ അഗാധ പാണ്ഡിത്യം നേടുകയും അനുഗ്രഹീത ജീവിതം നയിക്കുകയും ചെയ്ത മഹിളാ രത്നമായിരുന്നു മാതാവ്. മഹാനെ ഗർഭം ധരിച്ചതു മുതൽ തന്നെ പല അത്ഭുത സംഭവങ്ങളും പ്രകടമായിരുന്നു. കുടുംബത്തിന് മുമ്പില്ലാത്ത വിധം ക്ഷേമങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടിരുന്നു. ബദ്ധവൈരികൾ മിത്രങ്ങളായി വർത്തിച്ചു തുടങ്ങി. ആത്മാവ് ഊതിയതിനു ശേഷം രാത്രി മുതൽ സൂര്യോദയം വരെ വയറ്റിൽ നിന്ന് തസ്ബീഹ്, തഹ്ലീൽ എന്നിവ വ്യക്തമായി കേൾക്കാമായിരുന്നു. ഇത്തരം അനേകം സംഭവങ്ങൾ മാതാവ് വറഹ്മാനൂർ ബീവി ഓർക്കുന്നുണ്ട്. ആത്മീയവും ഭൗതികവുമായ പ്രശ്നപരിഹാരങ്ങൾക്ക് മാതാപിതാക്കളെ സമീപിക്കുന്ന ജനങ്ങൾ മുഴുവൻ മുലകുടി പ്രായമെത്തിയ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ അസാധാരണത്വം തിരിച്ചറിഞ്ഞിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും പാകതയുമുള്ള പിഞ്ചു പൈതലിനെ കാണാൻ വരുന്നവരുടെ തിരക്ക് അനിയന്ത്രിതമായിരുന്നു. സന്ദർശകരായെത്തുന്ന സ്ത്രീകളുടെ കൈക്കുഞ്ഞുങ്ങൾ വിശന്ന് കരയുമ്പോൾ ശിശുവായ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മാതാവിനോട് തന്റേതായ ഭാഷയിൽ അമ്മിഞ്ഞ കൊടുക്കാൻ പറഞ്ഞിരുന്നു. തനിക്കർഹതപ്പെട്ട മുലപ്പാൽ കുടിച്ച് വയർ നിറഞ്ഞിരുന്ന കുട്ടികളെ കാണുന്നതിലാണ് ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആനന്ദം. സമീപ പ്രദേശങ്ങളിലെ കുട്ടികൾ അസുഖബാധിതരായാൽ ഉമ്മമാർ അവരെയെടുത്ത് ബാലനായ ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്ന് പ്രതിവിധി തേടിയിരുന്നു. ഇപ്രകാരം ശൈശവദശയിൽ തന്നെ സർവരുടെയും ആശാ കേന്ദ്രമായി അവിടുന്ന് മാറിത്തുടങ്ങി. മാതാപിതാക്കളിൽ നിന്ന് പ്രാഥമിക വിദ്യ നുകർന്ന് വൈജ്ഞാനിക ജീവിതം നയിക്കുന്നതിനിടയിൽ ദൗർഭാഗ്യകരമായ യുദ്ധം കുടുംബത്തെ ഖുറാസാനിലെ നിഷ്പൂരിലേക്ക് മാറി താമസിപ്പിക്കാൻ നിർബന്ധിപ്പിച്ചു. അവിടെ മുന്തിരിത്തോട്ടം വിലക്ക് വാങ്ങി ജീവിതോപാധി കണ്ടെത്തി സ്ഥിരവാസമുറപ്പിച്ചെങ്കിലും അധിക നാൾ കഴിയുന്നതിന് മുമ്പ് പിതാവ് ഖിയാസുദ്ദീൻ റളിയല്ലാഹു അൻഹു ഇഹലോകവാസം വെടിഞ്ഞു. ശേഷം മാതാവിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞുവെങ്കിലും ഏതാനും ദിവസങ്ങൾക്കകം മാതാവും പിതാവിനെ അനുഗമിക്കുകയായിരുന്നു. 14 വയസ്സ് പിന്നിടുന്ന മഹാന് മാതാപിതാക്കളുടെ വിയോഗം വലിയ വേദന സൃഷ്ടിച്ചു. ദുഃഖം പേറി പിതാവിന്റെ തോട്ടം പരിപാലിച്ച് ജീവിതം മുന്നോട്ട് നീക്കുന്നതിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ കടന്നു വന്നു. മഹാനാണെന്ന് തോന്നിപ്പിക്കുന്ന പ്രാകൃതം ആദരവോടെ ആഗതനെ സ്വീകരിച്ചിരുത്തി. പഴുത്ത് പാകമായ മുന്തിരിക്കുല പറിച്ച് ഭക്ഷിക്കാൻ നൽകി. അള്ളാഹുവിന്റെ സാമീപ്യം കൊതിച്ചു കഴിയുന്ന വ്യക്തിയാണ് ഈ തോട്ടക്കാരനെന്ന് ബോധ്യമായ ആഗതൻ തന്റെ സഞ്ചിയിൽ നിന്ന് റൊട്ടിക്കഷ്ണമെടുത്ത് ചവച്ച് നൽകി. ഖാജ റളിയല്ലാഹു അൻഹു സന്തോഷപൂർവ്വം അത് ചവച്ചിറക്കി. അകത്ത് കടന്നതോടെ അനിർവചനീയമായ ആത്മീയ അനുഭൂതി അനുഭവപ്പെടുകയും നാഥനെ കുറിച്ചുള്ള ചിന്തയിൽ സർവ്വതും മറന്ന് പരിസരബോധം നഷ്ടപ്പെടുകയും ചെയ്തു. കണ്ണു തുറന്നു നോക്കുമ്പോൾ ആഗതൻ സ്ഥലം വിട്ടിരുന്നു. ഈ സംഭവത്തോടെ ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ വ്യക്തമായ മാറ്റം കണ്ടു തുടങ്ങി. പ്രസിദ്ധ സൂഫി പണ്ഡിതൻ ഇബ്രാഹിം ഖറൂസി റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ ആഗതൻ. നാഥനെ കുറിച്ചുള്ള ചിന്തയിലും ഭൗതിക വിരക്തിയിലുമായി കഴിഞ്ഞിരുന്ന ഖാജ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ചുള്ള ചിന്ത അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. മുന്തിരിത്തോട്ടം വിറ്റുകിട്ടിയ സംഖ്യ മുഴുവനും ദാനം നൽകി എങ്ങോട്ടെന്നില്ലാതെ യാത്ര തിരിച്ചു. ആധ്യാത്മിക ജ്ഞാനം തേടിയുള്ള അലച്ചിൽ കാടും കടലും മലയും മരുഭൂമിയും കടന്ന് ബഗ്ദാദ്, ഈജിപ്ത്, കോർദോവ, തുർക്കി, നിഷാപൂർ, സമർഖന്ദ് എന്നീ പ്രദേശങ്ങൾ സന്ദർശിച്ച് റഷ്യയിലെ ബുഖാറയിലെത്തി. ഇതിനിടയിൽ ഖുർആൻ മനഃപ്പാഠമാക്കുകയും വിജ്ഞാനങ്ങളിലെല്ലാം അഗാധ പാണ്ഡിത്യം നേടിയെടുക്കുകയും ചെയ്തിരുന്നു. അവിടെ മൗലാന ഹിസാമുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. പിന്നീട് കർമ്മശാസ്ത്ര രംഗത്ത് വിശ്രുതി നേടിയ ഉസ്മാൻ ഹാറൂണിയുടെ പാഠശാലയിൽ ചേർന്ന് ഖാജ റളിയല്ലാഹു അൻഹുവിനെ അതിരറ്റ് സ്നേഹിക്കുകയും ത്വരീഖത്തിന്റെ ഇജാസത്ത് നൽകുകയും ചെയ്തു. മഹാനെ ആത്മജ്ഞാനത്തിന്റെ നിറകുടമായി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു ഈ വന്യഗുരു. 20 വർഷം നീണ്ടുനിന്ന ഈ പാഠശാലയിൽ ഷെയ്ഖ് ഹാറൂൻ റളിയല്ലാഹു അൻഹുമായി ദൃഢമായ ഗുരുശിഷ്യ ബന്ധം സ്ഥാപിച്ചു. ഒരു വേള ഇരുവരും ഒന്നിച്ച് ഹജ്ജിന് പുറപ്പെട്ടു.
കഅബയിൽ വെച്ച് ഖാജ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി വന്യഗുരു ഇപ്രകാരം പ്രാർത്ഥിച്ചു: റബ്ബേ, ഈ മുഈനുദ്ദീനെ നീ സ്വീകരിക്കണമേ എന്ന്. അനന്തരം നാം മുഈനുദ്ദീനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന അശരീരി കേൾക്കുകയുമുണ്ടായി. പിന്നീട് വന്യഗുരുവിന്റെ അനുഗ്രഹത്തോടെ ഇസ്ലാമിക പ്രബോധന വഴികളിൽ പ്രവേശിക്കുകയായിരുന്നു ഖാജ റളിയല്ലാഹു അൻഹു. വിവിധ ദേശങ്ങൾ താണ്ടിയുള്ള യാത്രയിൽ നിരവധി പേർക്ക് ഇസ്ലാമിക വെളിച്ചം നൽകാൻ മഹാൻ ശ്രദ്ധിച്ചു. ഈ യാത്രയിൽ തന്റെ സേവകരോടൊത്ത് ഹറമൈനി സന്ദർശിക്കുകയും മദീനയിൽ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദർശനം നടത്തുകയും ചെയ്തു. ഇന്ത്യയിൽ പോയി ഇസ്ലാം പ്രചരിപ്പിക്കാനും അജ്മീറിന് ഇസ്ലാമിക പ്രകാശം നൽകാനുമുള്ള പുണ്യഭൂമേനിയുടെ നിർദ്ദേശമനുസരിച്ച് 40 ശിഷ്യന്മാരോടൊപ്പം ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഗസ്നിയിലെത്തി ഷെയ്ഖുൽ മശായിഖ് അബ്ദുൽ വാഹിദ് എന്നു പേരുള്ള മഹാനെ സന്ദർശിച്ചതിനു ശേഷം പഞ്ചാബിലേക്ക് തിരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ ഖൈബർ പാസിലെ ദുഷ്കര വഴികൾ കടന്ന് പഞ്ചാബിൽ പ്രവേശിച്ചു. അലി ഇബ്നു ഉസ്മാനുൽ മഅറഫി നതംഗഞ്ചി ബഷ് റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തു. സംഘം ഡൽഹിയിലേക്ക് തിരിച്ചു. മുസ്ലിങ്ങൾ നാട്ടുരാജാക്കന്മാരാൽ പീഡനമനുഭവിക്കുന്ന അവസരത്തിലായിരുന്നു ഖാജ റളിയല്ലാഹു അൻഹു അവിടെ എത്തിയത്. ഡൽഹി പ്രദേശവാസികൾക്ക് മഹാന്റെ ആഗമനം ഒട്ടും ദഹിച്ചില്ല. സുൽത്താൻ ഷിഹാബുദ്ദീൻ തൂത്തെറിയപ്പെട്ട നാട്ടിൽ ഒരു ഫഖീർ എന്തു ചെയ്യുമെന്നായിരുന്നു പലരുടെയും ഉള്ളിരിപ്പ്. ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ ആഗമന വിവരമറിഞ്ഞ് കോപിതനായ അധികാരിവർഗം ഉടൻ സ്ഥലം വിട്ടു പോകാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. അവരുടെ ദേവതകളെയും ദൈവങ്ങളെയും ഉപദ്രവിക്കുമെന്നായിരുന്നു അവർ നിരത്തിയ ന്യായം. ഖാജ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കുന്നവർ മുഴുവൻ ഇസ്ലാം പുൽകുന്ന വിവരം ദിവസവും 700 പടയാളികൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അധികാരികളെ പ്രതിസന്ധിയിലായി. ഡൽഹിയിലും പരിസര പ്രദേശത്തുമുള്ള രാജകുടുംബങ്ങൾ വരെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. തന്റെ പ്രിയ ശിഷ്യൻ ഖാജ ഖുതുബുദ്ദീൻ കാക്കി റളിയല്ലാഹു അൻഹുവിനെ ഡൽഹിയുടെ ചുമതലയേൽപ്പിച്ച് മഹാൻ അജ്മീറിലേക്ക് പുറപ്പെട്ടു. ഹിജ്റ 561 അജ്മീറിലെത്തിയ സംഘം അവിടെ വിജനസ്ഥലത്ത് തമ്പടിച്ചു താമസം തുടങ്ങി. രാജാവിന്റെ ഒട്ടകങ്ങൾക്കുള്ള സ്ഥലമായിരുന്നു അത്. ഒഴിഞ്ഞു പോകുവാനുള്ള രാജകൽപ്പന വന്നു. ഇത് കേട്ട് ഖാജ റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഞങ്ങൾ മാറിക്കൊള്ളാം, ഒട്ടകം ഇവിടെ തന്നെ കിടക്കട്ടെ. അവിടെ നിന്ന് അനാസാഗർ നദിയുടെ തീരത്തേക്ക് സംഘം മാറി താമസിച്ചു. അടുത്ത ദിവസം ഒട്ടകമേവക്കാർ അത്ഭുതപ്പെട്ടു. എത്ര ശ്രമിച്ചിട്ടും ഒട്ടകം അനങ്ങുന്നില്ല. അടിഭാഗം ഭൂമി പിടിച്ചു വെച്ചതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. വിവരമറിഞ്ഞ് രാജാവ് പൃഥ്വിരാജിന്റെ ഹൃദയത്തിൽ മിന്നൽ പിണർ പാഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതിർഗണിത ശാസ്ത്രത്തിൽ പ്രാവീണ്യം സിദ്ധിച്ച അമ്മയുടെ പ്രവചനത്തിന്റെ പുലർച്ചയാണോ? തന്റെ അരുമ സന്താനങ്ങളുടെ നാശത്തിന്റെ നിമിഷങ്ങൾ എടുത്തിരിക്കുന്നു. അജ്മീറിലെത്തുന്ന മുസ്ലിം ഫക്കീറിനെ സ്വീകരിക്കാതെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ രാജ്യവും അധികാരവും നഷ്ടപ്പെടുമെന്നായിരുന്നു പ്രവചനം. ശാന്തഭാവം നടിച്ച് രാജാവ് പറഞ്ഞു: നിങ്ങൾ പോയി ഫക്കീറിനോട് മാപ്പ് പറയുക. ഒട്ടകങ്ങൾ നടന്നുകൊള്ളും. അനന്തരം ഒട്ടകം നടക്കാൻ തുടങ്ങി. ഖാജ റളിയല്ലാഹു അൻഹുവിൽ പ്രത്യേക ആത്മീയ സിദ്ധിയുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടും രാജാവ് അനങ്ങിയില്ല. ഖാജ റളിയല്ലാഹു അൻഹുവിനെ എതിർക്കാൻ തന്നെ തീരുമാനിച്ചു. നദിയിൽ നിന്ന് വെള്ളമെടുത്ത് അംഗസ്നാനം ചെയ്യുന്നതിലും ബാങ്ക് വിളിച്ച് നിസ്കാരം നിർവഹിക്കുന്നതിലും അരിശം പൂണ്ട മതാനുയായികളായ സമീപവാസികൾ സംഘത്തെ നാടുകടത്താൻ തീരുമാനിച്ചു. തീരുമാനം നടപ്പിൽ വരുത്താൻ ഇറങ്ങി പുറപ്പെട്ട നാട്ടുകാർക്ക് നേരെ ഖാജ റളിയല്ലാഹു അൻഹു ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞു. ഏറുകൊണ്ടവർ ഭ്രാന്തന്മാരായി തിരിഞ്ഞോടുകയും മറ്റുള്ളവർ പാഞ്ഞൊളിക്കുകയും ചിലർ ഒന്നുമറിയാതെ സ്തംഭിച്ചു നിൽക്കുകയും ചെയ്തു. രക്ഷപ്പെട്ട ചിലർ രാജസന്നിധിയിൽ ചെന്ന് അകപ്പെട്ട വിപത്തിനെ കുറിച്ചും പ്രതികാര നടപടിയുടെ ആവശ്യകതയെക്കുറിച്ചും ബോധിപ്പിച്ചു. ചിലർ പേരുകേട്ട പൂജാരിയും ദർബാറിൽ സ്വാധീനവുമുള്ള ശാന്തിദേവിനെ സമീപിച്ചു. ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലെത്തിയ ശാന്തിദേവിനെ പുഞ്ചിരിച്ചുകൊണ്ട് നോക്കിയ നിമിഷം അയാളിൽ അത്ഭുതകരമായ പരിവർത്തനമുണ്ടായി. ശാന്തിദേവ് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. ശാന്തിദേവിന്റെ മതപരിവർത്തനത്തിൽ വിരളി പൂണ്ട പൃഥ്വിരാജ് അനാസാഗറിലെ വെള്ളമെടുക്കരുതെന്ന കൽപ്പന നടത്തി. വിവരമറിഞ്ഞ ഖാജ റളിയല്ലാഹു അൻഹു ശാന്തിദേവിനെ വിളിച്ച് അനാസാഗറിൽ നിന്ന് ഒരു പാത്രം വെള്ളം ശേഖരിക്കാൻ കൽപ്പിച്ചു. വെള്ളമെടുത്തതോടെ അനാസാഗർ നദി വറ്റി വരണ്ടു. ഇത് കണ്ട് രാജാവും അനുയായികളും നടുങ്ങി. പ്രതിവിധി തേടി അജയ്പാൽ മഹായോഗിയെ സമീപിച്ചു.
ശിഷ്യരുമൊത്ത് കാട്ടിൽ ധ്യാനിച്ചിരിക്കുന്ന സമകാലികനായ ഉന്നത പൂജാരിയാണ് കക്ഷി. തന്റെ ഉന്നമനത്തിന് പിന്നിലെ ശക്തി അജയ്പാൽ ആണ് എന്നാണ് രാജാവിന്റെ വിശ്വാസം. അജയ്പാൽ സ്വന്തം ശക്തി കൊണ്ട് നദി നിറക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. അവസാനം അനാസാഗർ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ ഖാജ റളിയല്ലാഹു അൻഹുവിനോട് അഭ്യർത്ഥിച്ചു. ശാന്തിദേവിനോട് പാത്രത്തിലെ വെള്ളം നദിയിൽ ഒഴിക്കാൻ കൽപ്പിച്ചതോടെ അനാസാഗർ പൂർവ്വസ്ഥിതിയിലായി. തന്റെ മാന്ത്രിക സിദ്ധിയെക്കുറിച്ചും വ്യക്തി മഹാത്മ്യത്തെക്കുറിച്ചും വാചാലനായ അജയ്പാൽ ഖാജ റളിയല്ലാഹു അൻഹുവിനോട് സ്ഥലം വിടണമെന്നും അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുമെന്നും ഭീഷണിപ്പെടുത്തി. ഇതൊന്നും ഗൗനിക്കാതെ ഖാജ റളിയല്ലാഹു അൻഹു തന്റെ സംഘത്തിന് ചുറ്റും വലിയ വൃത്തം വരച്ചു. താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്തും ചെയ്തോളൂ എന്ന് അജയ്പാലിനോട് പറഞ്ഞു. പൂജാരി തന്റെ മാരണശക്തി കൊണ്ട് മഴ വർഷിപ്പിച്ചു. പക്ഷേ വലയത്തിനകത്തേക്ക് ഒരു തുള്ളി പോലും കടന്നില്ല. കല്ല് വർഷിപ്പിച്ചു, അതും ആ വലയത്തിനകത്തേക്ക് കടന്നില്ല. പരിസരമാകെ കാട്ടുതീ പടർത്തി, ചുറ്റുഭാഗവും അഗ്നി വിഴുങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഖാജ റളിയല്ലാഹു അൻഹുവിന്റെയും സംഘത്തിന്റെയും രോമത്തിന് പോലും പോറലേറ്റില്ല. അതിശക്തമായ ജാലവിദ്യയൊന്നും ഫലിക്കാതെ വന്നതോടെ അവസാന അടവ് പയറ്റി പരിസര പ്രദേശത്തെ പാമ്പുകളെ മുഴുവനും ഖാജ റളിയല്ലാഹു അൻഹുവിനെ നേരെ തിരിച്ചുവിട്ടു. പക്ഷേ വലയത്തിനടുത്തെത്തുമ്പോഴേക്ക് അവകൾ പിടഞ്ഞു ചാവാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം ചത്തുവീണ പാമ്പുകളുടെ വലയം രൂപപ്പെട്ടു. ഒരു മാരണവിദ്യയും ഫലിക്കാതെ വന്നതിൽ നിരാശ പൂണ്ട് അജയ്പാൽ പറഞ്ഞു, താങ്കൾ തികഞ്ഞ ഫക്കീറാണെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷേ എന്റെ മഹാത്മ്യം നിങ്ങൾക്കില്ലെന്ന് ഉറപ്പാണ്. എനിക്ക് പറക്കാൻ കഴിയും, നിങ്ങൾക്കതിന് കഴിയുമോ? വെല്ലുവിളി നടത്തി യോഗി പറന്നുയരാൻ തുടങ്ങിയതോടെ ഖാജ റളിയല്ലാഹു അൻഹു തന്റെ മെദടിയോട് പറക്കാൻ ആംഗ്യം കാണിച്ചു. അതിവേഗം പറന്ന് യോഗിയുടെ ഗമനത്തെ അത് തടഞ്ഞു നിർത്തി. പൊതിരെ തല്ലാൻ തുടങ്ങി. യോഗിക്ക് പറക്കാൻ കഴിയാതെ വന്നു. അവസാനം ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ കാൽക്കൽ വീണ് മാപ്പിരുന്നു. ഇസ്ലാം സ്വീകരിച്ചു. 92 ലക്ഷത്തോളം ജനങ്ങൾക്ക് ഈമാനിക വെളിച്ചം നൽകുന്നതിന് നിമിത്തമായ ഖാജ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 4000-ൽ പരം ഖറാമത്തുകൾ പ്രകടമായി ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സദാ പുഞ്ചിരി തൂകുന്ന മുഖഭാവത്തിനുടമയായിരുന്നു മഹാൻ. ശത്രുമിത്ര ഭേദമന്യേ സർവ്വജനങ്ങൾക്കും ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നതിൽ മഹാൻ ശ്രദ്ധ പുലർത്തിയിരുന്നു. ഇലാഹി ഇഷ്കിൽ ധന്യമായ ജീവിതം നയിച്ച ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ബീബി ഇസ്മത്ത് അമദുള്ള എന്നീ ഭാര്യമാരിൽ നിന്ന് സയ്യിദ് അബൂ സഈദ്, സയ്യിദ് ഫഖറുദ്ദീൻ ബാബ സർവാർ, സയ്യിദ് നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു, ഹാഫിസ ജമാൽ എന്നീ സന്താന സൗഭാഗ്യമുണ്ടായി. നാഥന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ത്യാഗങ്ങൾ സഹിച്ച ഖാജ റളിയല്ലാഹു അൻഹു തന്റെ 96-ാം വയസ്സിൽ ഹിജ്റ 633 റജബ് 6 തിങ്കളാഴ്ച ദിവസം ലോകത്തോട് വിട പറഞ്ഞു. പ്രസിദ്ധമായ അജ്മീറിൽ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവിഭക്ത ഇന്ത്യയിലെ രാഷ്ട്ര തലവന്മാരടക്കം അസംഖ്യം ജനങ്ങൾ സിയാറത്തിനെത്തുന്ന രാജ്യത്തെ തിരക്കേറിയ തീർത്ഥാടന കേന്ദ്രമാണ്. രാവിലെയും വൈകുന്നേരവും ദർഗയിൽ നിന്ന് ലഭിക്കുന്ന ലങ്കർ കഞ്ഞി പാകം ചെയ്യുന്ന വലിയ ചെമ്പൊരിക്കൽ ദർഗ സന്ദർശിച്ച അക്ബർ ചക്രവർത്തിയുടെ സംഭാവനയാണ്. മഹാനെക്കുറിച്ച് ചക്രവർത്തിയുടെ സംഭാവനയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ കുറിച്ച് അറിയാനും അവരെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.